വിടവാങ്ങുന്നേ. നാം മാമോദീസ സ്വീകരിച്ചില്ലേ, ആ സമയം തന്നെ യേശു ക്രിസ്തുവിനെ രക്ഷകരും നാഥനുമായി സ്വീകരിച്ചു. നമ്മൾ നിത്യജീവന് അർഹതപ്പെട്ട വ്യക്തിയാ. എന്നാൽ നീ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, നീ ചെയ്യുന്ന ഓരോ വാക്കുമുണ്ടല്ലോ, ഓരോ പ്രവൃത്തിയുണ്ടല്ലോ, ഓരോ ചിന്തയുണ്ടല്ലോ, ഓരോ ഉപേക്ഷയുണ്ടല്ലോ, ദൈവത്തിന്റെ സന്നിധിയിൽ ആ സമയം തന്നെ കണക്ക് കൊടുക്കേണ്ടി വരും. ആരും ചിന്തിക്കേണ്ട ഈ വിധി എപ്പോഴാണ് നടക്കുന്നത്, യുഗാന്ത്യത്തിലാണ് നടക്കുന്നത് എന്ന് നീ ചിന്തിക്കേണ്ട. റിലൈസ് ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധി സംഭവിച്ചു കഴിഞ്ഞു. നീ ബോഷ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ, നീ വിധി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ, ആ സമയം തന്നെ എന്താ സംഭവിക്കുന്നത്? നിന്റെ ആ വിധി അവിടെ സംഭവിച്ചു കഴിയുക. നമ്മളൊന്ന് ഓർത്ത് നോക്കി, ഓരോ ദിവസവും നമ്മളൊക്കെ തീരുമാനമെടുക്കുന്ന വ്യക്തികളാണ്. ഞാനും നിങ്ങളുമെല്ലാം തീരുമാനമെടുക്കുമ്പോ ആരാ അവിടെ വിജയിക്കുന്നത്? കർത്താവിശ്വസിയായാണോ വിജയിക്കുന്നത്, അല്ലെങ്കിൽ പിശാചാണോ വിജയിക്കുന്നത്? ഈ ലോകത്തിന്റെ വിധി ഓരോ നിമിഷവും സംഭവിക്കുന്നുണ്ട്. എത്ര പേര് അതിനെക്കുറിച്ച് ബോധ്യമുണ്ട്? ഞാൻ രാവിലെ 5 മണിക്ക് അലാറം വെച്ചു. 5 മണിക്ക് ബെല്ലടിക്കുന്ന സമയത്ത് എനിക്ക് ആ ടൈം പീസിനെ നോക്കിക്കൊണ്ട് ശല്യം അടിക്കാൻ കണ്ട സമയം എന്ന് ഞാൻ പറയുമ്പോൾ അവിടെ ഒരു വിധി പ്രസ്താവിക്കപ്പെടുക. എന്നാൽ ഞാൻ ചിന്തിക്കുക, എനിക്ക് ആത്മാവിന്റെ ചൂട് മതി, പുതപ്പിന്റെ ചൂട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചാടി എഴുന്നേക്കുമ്പോ അവിടെ ദൈവം വിജയിക്കുക. വീണ്ടും നമ്മൾ നോക്കിയ ഓരോ കാര്യങ്ങളും ഓരോ പ്രാവശ്യം നമ്മൾ തീരുമാനമെടുക്കുന്നുണ്ട്. നമ്മൾ നടന്നീങ്ങുന്ന വഴിത്താരകളിൽ നമ്മുടെ കണ്ണുകളുണ്ട്, അതുപോലെ തന്നെ ശരീരത്തിന്റെ പ്രവണതകളുണ്ട്. ഓരോന്നും കടന്നു വരുമ്പോ എത്ര പേർക്ക് ബോധ്യമുണ്ട്? ആ സമയത്ത് നമ്മുടെ വിധി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരും ചിന്തിക്കേണ്ട പൊതുവിധിയിലാണ് ഈ വിധി മുഴുവൻ നടക്കുന്നത് എന്ന് അല്ല പ്രിയപ്പെട്ടവരെ. ഓരോ ദിവസവും വിധി നടക്കുന്നുണ്ട്, ഓരോ നിമിഷവും വിധി കിടക്കുന്നുണ്ട്.